മക്കളെ എല്ലാവരും പ്രാക്ടിക്കൽ എക്സാമിന്റെ തിരക്കിലാവും അല്ലേ? സോ പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മാത്സ് പ്രാക്ടിക്കൽ എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വൈവ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം 40 മാർക്സ് ആണ് നമ്മുടെ എക്സാമിന്. ഈ 40 മാർക്സിൽ 32 നമ്മൾ റിട്ടേൺ ആയിട്ട്, അതായത് 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അവർ മാർക്ക് ചെയ്ത് തരും. ഈ 4 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് അപ്ലറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് സൊല്യൂഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചാൽ 32 മാർക്സ് അവിടെ സേഫ് ആണ്. പിന്നെ വരുന്ന 8 മാർക്സിൽ 4 മാർക്ക് നമ്മുടെ ഒബ്സർവേഷൻ ബുക്കിനുള്ളതാണ്. അതും സേഫ് ആണ്. അതൊക്കെ നിങ്ങൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ആൻഡ് അവസാനം വരുന്ന 4 മാർക്കാണ് നമ്മുടെ വൈവ. സോ ഈ വൈവ എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഒരു പേടി സ്വപ്നം. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒബ്സർവേഷൻ ബുക്കൊക്കെ സെറ്റ് ആണെങ്കിലും വൈവ എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാണ്. കാരണം പുറത്തുനിന്ന് വരുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ സാറൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ എന്ത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, നമ്മൾ കുഴയ്ക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ നമുക്കുണ്ടാവും. അത് സ്വാഭാവികമാണ്. ആ ടെൻഷൻ ലാബ് കഴിയുന്നവരെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്ന അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ച് കൊളാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലാബിലൂടെ ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻസിനെ കുറിച്ചും ഇൻവേർട്ടബിൾ ഫംഗ്ഷൻസിനെ കുറിച്ചും ട്രിഗ്നോമെട്രിയെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി നിങ്ങളോട് ഭയങ്കര ഡീപ്പായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. ആ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ കൂളായിട്ട് പറയും, സിമ്പിൾ ആയിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പാറ്റേൺ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് വൈവക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ പറഞ്ഞ പോലെ ടെൻഷൻ ഒന്നും അടിക്കണ്ട, കൂളായിട്ട് വൈവയെ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതിയിട്ട് നിങ്ങൾ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എക്സാം കഴിഞ്ഞാൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ വന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓരോരോ ലാബിലേക്ക് കടക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലാബുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വൈവ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. സോ ആദ്യം ബേസിക് ആയിട്ട് ലാബ് 0, നിങ്ങൾക്കറിയാം ലാബ് 0 അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നിങ്ങൾക്ക് വരില്ല. പക്ഷേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളോട് ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എക്സിന്റെ കേസിൽ നമുക്കറിയാം എക്സ് എന്ന് തന്നെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. എക്സ് സ്ക്വയർ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എക്സ് ക്യാപ് 2 എന്ന് കൊടുക്കുകയാണ് ചെയ്യുക. സോ അതൊക്കെ നമുക്ക് ലാബ് ചെയ്യുന്നവർക്കല്ലേ അത് അറിയണ്ടാവുള്ളൂ. സോ എക്സ് സ്ക്വയർ ഫംഗ്ഷൻ എങ്ങനെയാണ് നീ ഇൻപുട്ട് കൊടുക്കുക എന്ന് സാർ ചോദിച്ചാൽ നിങ്ങൾ പറയണം എക്സ് ക്യാപ് 2 അങ്ങനെയാണ് നമ്മൾ കൊടുക്കാറുള്ളത് അല്ലേ. എക്സ് ഷിഫ്റ്റ് 6 എന്നൊക്കെ നമ്മൾ പറയും. ഇനി മോഡ് എക്സിന് ഇൻപുട്ട് എന്തായിരുന്നു, ABS6. അതായത് നമുക്കറിയാം മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ആണ് അല്ലെ, അബ്സല്യൂട്ട് ഫംഗ്ഷൻ ആണ്. സോ ABS ബ്രാക്കറ്റിൽ എക്സ് എന്ന് കൊടുത്താൽ മോഡ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് നമുക്ക് കിട്ടും. സിമിലർലി റൂട്ട് എക്സ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ട് എക്സ് നമുക്ക് ഒരുപാട് തവണ ആവശ്യം വരുന്ന ഒരു ഫംഗ്ഷൻ ആണ്. SQRT ഓഫ് എക്സ് എന്നാണ് നമ്മൾ കൊടുക്കുക. സ്ക്വയർ റൂട്ടിന്റെ SQRT ആയിരുന്നു റൂട്ട് എക്സിന്റെ കമാൻഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസും അതിന്റെ കമാൻഡും ചോദിച്ചേക്കാം. എക്സ് ക്യൂബ് എങ്ങനെയാണ്, പവറിൽ എന്ത് വന്നാലും നമ്മൾ എക്സ് ക്യാപ് 3 അല്ലെങ്കിൽ എക്സ് ക്യാപ് 4 എന്നുള്ള രീതിയിൽ പവർ അങ്ങനെയാണല്ലേ നമുക്ക് കിട്ടുക. സോ എക്സ് ക്യൂബ് നമ്മൾ അങ്ങനെ ചെയ്യും. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ നമ്മൾ വെറുതെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്നൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എക്സ് എന്ന് കൊടുത്താലൊന്നും നമുക്ക് ആ കമാൻഡ് ഒന്നും കറക്റ്റ് ആയിട്ട് വരില്ല. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ ഫ്ലോർ എക്സ് എന്ന് പറയുന്ന കമാൻഡാണ് കൊടുക്കേണ്ടത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1/xന്റെ കേസിൽ നമ്മൾ 1/x, അതേപോലെ സംതിങ് ബൈ സംതിങ് ആണെങ്കിൽ നമ്മൾ സംതിങ് സ്ലാഷ് സംതിങ്. അപ്പോൾ ബ്രാക്കറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 ബൈ സംതിങ് എൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ബ്രാക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് വേണം ഫംഗ്ഷൻസ് ഒക്കെ വേർതിരിച്ച് എഴുതാൻ. അല്ലെങ്കിൽ കമാൻഡ് തെറ്റുന്നതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് റിസൾട്ട് വരണമെന്നില്ല. സിഗ്നം ഫംഗ്ഷന്റെ കമാൻഡ് എന്തായിരുന്നു, ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് SIGN സൈൻ ഓഫ് എക്സ് എന്നാണ്. SIN അല്ല കേട്ടോ, SIGN ഓഫ് എക്സ് എന്നാണ്. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസും അതിന്റെ ഇൻപുട്സും ആണ്. കൂടുതൽ ഫംഗ്ഷൻസ് നിങ്ങൾ റെഫർ ചെയ്യുക കേട്ടോ. ഇനി ലാബ് 1 ഫസ്റ്റ് ലാബ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഫംഗ്ഷൻസ് ആയിരുന്നു. വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ലാബായിരുന്നു. ആ ലാബിൽ നമ്മളോട് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിക്കാറുള്ളത്, എക്സാമിനായാലും നമ്മളോട് ചോദിക്കുക 2⁻⁴ എന്താണ്, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1.8 എന്താണ്, അല്ലെങ്കിൽ -1 എന്താണ്. ഇങ്ങനെയുള്ള വാല്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ് പറയുക. അപ്പൊ ഇവിടെ നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളോട് സാർ ചിലപ്പോൾ ചോദിക്കും, എനിക്ക് 2⁻⁴ കിട്ടാൻ വേണ്ടി ഞാൻ ഏത് ഫംഗ്ഷനാണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്. ഏത് ഫംഗ്ഷനാണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്, നമ്മൾ x⁻⁴ അല്ലേ കൊടുക്കാറുള്ളത്. x⁻⁴ f(x) ആയിട്ട് കൊടുത്തിട്ട് എക്സിന് നമ്മൾ എന്ത് കൊടുക്കും, 2 എന്ന് പറയുന്ന വാല്യൂ സ്ലൈഡറിൽ കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2⁻⁴ വാല്യൂ കിട്ടും. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ ടൂൾസ് ഇല്ലടാ, അതിനെക്കുറിച്ചും ചോദിച്ചേക്കാം കേട്ടോ. അതായത് ഇപ്പം ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുക, നമുക്കറിയാം സ്ലൈഡറിൽ പോയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യാറുള്ളത് അല്ലേ. സോ ഇൻപുട്ട് ബോക്സിന് വേണ്ടി നമ്മൾ സ്ലൈഡറിൽ പോവുകയാണ് ചെയ്യുക. അവിടെ ഫംഗ്ഷൻ മാറ്റണമെങ്കിൽ നമ്മൾ ഫംഗ്ഷന്റെ കേസാണ് മാറ്റി കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ലൈൻ സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുക, സെഗ്മെന്റ് ടൂൾ ഉണ്ട് നമ്മുടെ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. സോ ടൂൾസിനെ കുറിച്ച് ഒരു ധാരണ വേണം കേട്ടോ.
ഇനി ഒരു എന്താ പ്രോസസ്സ് എൻഡ് ചെയ്ത് നമ്മൾ വീണ്ടും അടുത്തയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഏത് ബട്ടണാണ് പ്രസ് ചെയ്യാറുള്ളത്? ആ ഒരു നടക്കുന്ന കാര്യം നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലൈൻ സെഗ്മെന്റ് ആണ് ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ മൂവ് ബട്ടണിൽ പോയിട്ട് ആ ലൈൻ സെഗ്മെന്റ് ക്ലോസ് ചെയ്യാറുണ്ട് അല്ലെ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അതേപോലെ ഡെസിമൽസ് നമ്മൾ ഓപ്ഷൻസിൽ പോയിട്ട് റൗണ്ടിങ്ങിൽ ഡെസിമൽ വാല്യൂസ് കൂട്ടി കൊടുക്കാറില്ലേ? ഇപ്പം അപ് ടു 3 ഡെസിമൽസ്, അപ് ടു 4 ഡെസിമൽസ്, ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. ലാബ് ചെയ്യുന്ന കുട്ടികൾക്ക് അറിയുണ്ടാവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നതാണ്. സോ ഇങ്ങനത്തത് ചോദിച്ചാലും നിങ്ങൾക്ക് സ്മാർട്ട് ആയിട്ട് പറയാൻ പറ്റണം കേട്ടോ. സോ 2⁻1/3 കിട്ടാൻ നിങ്ങൾ x⁻1/3 കൊടുത്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 1.8 കിട്ടാനോ നമ്മൾ റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കും. ഇനി -1.8 സ്ക്വയർ കിട്ടാൻ നമ്മൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഇൻപുട്ട് ആയിട്ട് -1.8 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. ഇതുപോലെ ഫംഗ്ഷൻസ് മാറി മാറി sin 3.2 കിട്ടാൻ sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്നിട്ട് എക്സിന് 3.2 എന്ന് കൊടുക്കണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇവിടെ 2 സ്പെഷ്യൽ കേസസ് ഉണ്ടായിരുന്നത് റൂട്ട് എക്സും 1/x-ഉം. നിങ്ങളോട് ചിലപ്പോൾ എക്സാമിനർ ചോദിക്കും റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഞാൻ എക്സിന് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കാൻ പാടുണ്ടോ? അതായത് ഇൻപുട്ട് ആയിട്ട് ഞാൻ എക്സിന് -2 എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുമോ? കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗ്രാഫ് ഒക്കെ കിട്ടുമോ? -2 കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് പോയിന്റ് കിട്ടുമോ? ഇല്ല അല്ലെ? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് വരിക. അൺഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ്സിന് അവിടെ നമുക്ക് സൊല്യൂഷൻ കിട്ടില്ല. അപ്പൊ എക്സാമിനർ ചോദിക്കും അത് എന്തുകൊണ്ടാ അങ്ങനെ കിട്ടാത്തെ? റൂട്ട് ഓഫ് -2 എന്തുകൊണ്ടാണ് കിട്ടാത്തെ? അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂസേ പാടുള്ളൂ. 0 മുതൽ അങ്ങോട്ട്, അതായത് റൂട്ട് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് x>= 0 ആണ്. അപ്പൊ അവിടെ നെഗറ്റീവ് വാല്യൂസ് അലൗഡ് അല്ല. നെഗറ്റീവ് വാല്യൂസ് കൊടുത്താൽ അത് കോംപ്ലക്സ് ആയിട്ട് മാറും. അത് നമ്മുടെ ഈ ഒരു റിയൽ പ്ലെയിനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. സോ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വാല്യൂസ് പാടില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതേപോലെ 1/x-ന്റെ കേസിൽ അവർ ചിലപ്പം ചോദിച്ചേക്കാം 1/x-ൽ എക്സിന് ഏത് വാല്യൂ ആണ് നമ്മൾ കൊടുക്കാൻ പറ്റാത്തത്? ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി x=0 ആണ് അല്ലേ? അതായത് റാഷണൽ ഫംഗ്ഷന്റെ ഒക്കെ കേസിൽ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല. സോ 1/x-ന്റെ കേസിലും x=0 ആയിരിക്കണം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ സാധാരണ ഒരു ഫംഗ്ഷൻ വിവരം ഇല്ലടാ, നമ്മൾ +1 +2 പഠിക്കുന്നത്, അതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി അങ്ങ് കാച്ചണം. ഓക്കെ, ഇനി അടുത്തത് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. നമ്മൾ ഇവിടെ f(x) എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ട് f(x+a) അല്ലെങ്കിൽ f(x+a) അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരച്ചു നോക്കിയിട്ടുണ്ട്. എന്താണ് f(x) എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്നും f(x+a)യിലേക്ക് വരുന്ന ചേഞ്ച്? നമുക്കറിയാം a യൂണിറ്റ് അപ്വേർഡ് നമ്മുടെ ഗ്രാഫ് ഷിഫ്റ്റ് ആവും അല്ലേ? സോ f(x) എന്ന് പറയുന്നത് f(x+a) ആവുമ്പോൾ a യൂണിറ്റ് അപ്വേർഡ് ഷിഫ്റ്റ് അവിടെ നടക്കും. ഇതുപോലെ f(x-a) ആവുമ്പോഴോ f(x-a) എന്ന് വരുമ്പോൾ a യൂണിറ്റ് ഡൗൺവേർഡ് ഷിഫ്റ്റ് വരും. സോ നിങ്ങളോട് ചിലപ്പം എക്സാമിനർ ചോദിക്കും x² ഗ്രാഫും x²+2 ഗ്രാഫും തമ്മിൽ എന്താ വ്യത്യാസം? വരച്ച് കാണിക്കാനൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? x² ഗ്രാഫ് നമുക്കറിയാം, ഇതാണ് x² ഗ്രാഫ്. കറക്റ്റ് ആയിട്ട് ഒരു പാരബോള നമ്മുടെ ഒറിജിൻ ടച്ച് ചെയ്തുകൊണ്ട് പോകും. x²+2 ഗ്രാഫ് എന്തായിരിക്കും? ഇതേ പാരബോളിന് ഒരു 2 യൂണിറ്റ് നമ്മൾ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്താൽ മതി. സോ ആ ഒരു ഷിഫ്റ്റിങ്ങിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. സോ x² ഗ്രാഫും x²+2 ഗ്രാഫും, അല്ലെങ്കിൽ x²-1 ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? 1 യൂണിറ്റ് ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യണം. 1 യൂണിറ്റ് ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ ഒറിജിൻ 1 യൂണിറ്റ് ഡൗൺവേർഡ് ഇങ്ങനെ വരും. ഓക്കെ, സോ ഇതാണ് x²+2, ഇതാണ് x²-1, ഈ രീതിയിലുള്ള ഗ്രാഫുകൾ. സിമിലർലി f(x+a) എന്ന് പറഞ്ഞാലോ a യൂണിറ്റ് ലെഫ്റ്റിലോട്ടാണ് അത് ഷിഫ്റ്റ് ആവുക. സോ നമ്മുടെ x ആക്സിസിൽ അത് ഇങ്ങനെ മൂവ് ചെയ്ത് a യൂണിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവും. f(x+a) എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 യൂണിറ്റ്, x+2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ x²ന്റെ കേസിലാണെങ്കിൽ നമ്മൾ 2 യൂണിറ്റ് ലെഫ്റ്റിലോട്ട് അതിനെ ഷിഫ്റ്റ് ചെയ്യണം. f(x-a) എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് റൈറ്റിലോട്ട്. ആ ഒരു ഷിഫ്റ്റിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം. അതേപോലെ -f(x), f(-x) ഒക്കെ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് mod x-ന്റെ ഗ്രാഫ് വന്നിട്ട് mod x-ന്റെ ഗ്രാഫും mod x-ന്റെ ഗ്രാഫും തമ്മിൽ എന്തായിരിക്കും ബന്ധം? നമുക്കറിയാം mod x-ന്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണെങ്കിൽ mod x നേരെ താഴോട്ടാണ് വരുന്നത് അല്ലെ? ആ ഒരു റിഫ്ലക്ഷന്റെ കോൺസെപ്റ്റ് ഒക്കെ ചോദിച്ചേക്കാം. സോ അതേപോലെ x² ഗ്രാഫും x² ഗ്രാഫും, എക്സിന്റെ ഗ്രാഫും -x-ന്റെ ഗ്രാഫും ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. ഇനി f(-x)ന്റെ കേസ് ഇതേപോലെ തന്നെ f(-x)ന്റെ പ്രത്യേകത അവിടെ ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും ഒക്കെ ചോദിച്ചേക്കാം കേട്ടോ. f(-x)ന്റെ പ്രത്യേകത എന്താ? നമുക്ക് ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ ഇപ്പൊ x² ഒക്കെ കേസിൽ നമ്മൾ f(-x) കൊടുത്താൽ എന്താ സംഭവിക്കുക? x² തന്നെയാണ് കിട്ടുക, കാരണം -x² എന്ന് പറഞ്ഞാൽ x² തന്നെയാണ്. സോ ഈവൻ ഫംഗ്ഷന്റെ കേസിൽ ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ f(-x) f(x) ഒക്കെ സെയിം ആയിരിക്കും. പക്ഷെ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ f(-x)ഉം -f(x)ഉം ആയിരിക്കും ഈക്വൽ ആയിട്ട് വരിക. അപ്പോൾ ഓഡ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ഓഡ് ഡിഗ്രി വരുന്ന എല്ലാവരും x-ഉം x³ x⁵ ഒക്കെ ഓഡ് ഫംഗ്ഷൻസാണ്. കാരണം x-ന് പകരം -x കൊടുത്താൽ x³ എന്താവും? -x⁵ അല്ലെങ്കിൽ -x³ എന്ന് വരും. സോ ഈ രീതിയിൽ ആ നെഗറ്റീവ് അങ്ങ് പുറത്തേക്ക് വരുന്ന ആൾക്കാരാണ് ഓഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് എഫക്ട് ചെയ്യാത്ത ആളുകളാണ് ഈവൻ ഫംഗ്ഷൻസ്. ഈവൻ ഫംഗ്ഷൻസിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ x² x⁴ എന്നൊക്കെ പറഞ്ഞ് ഈവൻ പവേഴ്സ് പറയാം. അതേപോലെ cos x-ഉം sec x ഒക്കെ ഈവൻ ഫംഗ്ഷൻസ് ആണ്. ബാക്കി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് sin x-ഉം ബാക്കിയുള്ളവരൊക്കെ ഓഡ് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി ഡൊമൈൻ ആൻഡ് റേഞ്ച്, ഈ ഒരു എന്താ പറയുക ലാബിൽ നമുക്ക് അറിയാനുള്ളത് വാട്ട് ഇസ് ഡൊമൈൻ ആൻഡ് വാട്ട് ഇസ് റേഞ്ച്. നമ്മൾ ജോമെട്രിക്കലി അല്ലാണ്ട് പറയുമ്പോൾ നമുക്കറിയാം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ പോസിബിൾ x വാല്യൂസ് ആണ്.
ഫംഗ്ഷന് ഇൻപുട്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സ് വാല്യൂസ് ആണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ റൂട്ട് എക്സിന്റെ കേസൊക്കെ പെട്ടെന്ന് ചോദിക്കാം. റൂട്ട് എക്സിന്റെ കേസിൽ എന്തായിരിക്കും ഡൊമെയിൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം റൂട്ട് എക്സിൽ എക്സിന് നെഗറ്റീവ് വാല്യൂസ് എടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും ഡൊമെയിൻ. 1/xന്റെ ഡൊമെയിനോ എക്സ് 0 ആവാൻ പാടില്ല, അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ r മൈനസ് സെറ്റ് 0 ആയിരിക്കും ഡൊമെയിൻ എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. സോ വാട്ട് ഇസ് ഡൊമെയിൻ? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ പോസിബിൾ എക്സ് വാല്യൂസ് ആണ്, എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. വാട്ട് അബൌട്ട് റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന വാല്യൂസ് ആണ് അല്ലേ. സോ ഇപ്പോൾ എക്സ് സ്ക്വയറിന്റെ കേസിൽ വാട്ട് ഇസ് റേഞ്ച്? നമുക്കറിയാം എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കുള്ളൂ, 0യും എടുക്കും പോസിറ്റീവ് വാല്യൂസും എടുക്കും. സോ എക്സ് സ്ക്വയർ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമ്മൾ പറയും എക്സ് സ്ക്വയറിന്റെ റേഞ്ച് ക്ലോസ് 0 ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എപ്പോഴും ഡൊമൈനും റേഞ്ചും റിയൽ നമ്പേഴ്സ് ഒന്നും ആവണമെന്നില്ല, സിറ്റുവേഷൻ അനുസരിച്ച് മാറാം. അപ്പോൾ ആ ഒരു ലോജിക്ക് പോസിബിൾ എക്സ് വാല്യൂസ് സെലക്ട് ചെയ്യാനും അതേപോലെ റേഞ്ച് ഏതൊക്കെ വാല്യൂസ് ആയിരിക്കും ഫംഗ്ഷൻ എടുക്കുക എന്നുള്ളതും നിങ്ങൾക്ക് ഒരു ധാരണ വേണം, അത് ചോദിച്ചേക്കാം. ഇനി ഡൊമൈനും റേഞ്ചും എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് മനസ്സിലാക്കുക? ഗ്രാഫ് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഗ്രാഫ് നോക്കിയാലില്ലടാ, നമ്മൾ പൊതുവേ ജിയോജിബ്ര എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ ഫംഗ്ഷൻ ചിത്രം വരച്ചിട്ടാണല്ലോ ചെയ്യുക. ഒരു ഫംഗ്ഷന്റെ ചിത്രം കണ്ടാൽ അതിൽ നിന്ന് ഡൊമൈൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? ആ ഫംഗ്ഷൻ എടുക്കുന്ന എക്സ് വാല്യൂസ് മൊത്തം നമ്മൾ നോക്കും. ഓക്കെ, സോ ഫംഗ്ഷൻ എടുക്കുന്ന എക്സ് വാല്യൂസിന്റെ ആ ഒരു റേഞ്ച് നോക്കിയാൽ, എക്സാമിനർ ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഫംഗ്ഷൻ എടുക്കുന്ന എക്സ് വാല്യൂസ് നോക്കിയാൽ നമുക്ക് ഡൊമൈൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഫംഗ്ഷൻ എടുക്കുന്ന വൈ വാല്യൂസ് നോക്കിയാൽ ഇപ്പോൾ പറഞ്ഞ പോലെ എക്സ് സ്ക്വയറിന്റെ ഒക്കെ കേസിൽ എന്താണ്? എക്സ് സ്ക്വയറിന്റെ കേസിൽ വൈ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ മുകളിലേക്കാണ്. സോ 0ന്റെ താഴെയുള്ള ഒരു വാല്യൂ ഫംഗ്ഷൻ എടുക്കുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 ടു ഇൻഫിനിറ്റി ആണ്. എക്സ് വാല്യൂ ഇവിടെ നോക്കിക്കേ, ഇവിടെ മുതൽ ഇവിടം വരെ എല്ലാ വാല്യൂസും എക്സ് എടുക്കുന്നുണ്ട്. സോ നമുക്ക് ഡൊമൈൻ R ആണെന്ന് പറയാം. അപ്പൊ എക്സ് സ്ക്വയറിന്റെ കേസിൽ ഡൊമൈൻ R ആണ്, റിയൽ നമ്പേഴ്സ് ആണ്, പക്ഷെ റേഞ്ച് എന്താണ്? 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇന്റർവൽ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജിയോമെട്രിക്കലി ഡൊമൈനും റേഞ്ചും എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ ചോദിക്കാം. സോ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസും അതിന്റെ ഡൊമൈനും റേഞ്ചും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് റെഫർ ചെയ്തിട്ട് പോവാം കേട്ടോ. എക്സ് ആണെങ്കിൽ ഡൊമൈൻ R ആണ്, റേഞ്ചും R ആണ്, റെസ്ട്രിക്ഷൻ ഒന്നും വരുന്നില്ല. എക്സ് സ്ക്വയറിന്റെ കേസിൽ ഡൊമൈൻ R ആണ്, റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, പക്ഷേ റേഞ്ചിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് ആയതുകൊണ്ട് നമ്മുടെ റേഞ്ച് 0 ടു ഇൻഫിനിറ്റി ആയിരിക്കും. മോഡ് എക്സിന്റെ കേസിലും ഡൊമൈൻ R ആണ്, റെസ്ട്രിക്ഷൻ ഇല്ല, പക്ഷേ റേഞ്ച് നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കുക, മോഡ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിന്റെ പോലെ തന്നെയുള്ള ഗ്രാഫാണ് അല്ലേ. സോ ഇവിടുന്ന് എങ്ങോട്ടാ വാല്യൂസ് വരുന്നത്? 0 മുതൽ അങ്ങോട്ടാണ്. സോ 0 ടു ഇൻഫിനിറ്റി ആണ് റേഞ്ച്. റൂട്ട് എക്സിന്റെ കേസിൽ ഡൊമൈൻ എന്താ? 0 ടു ഇൻഫിനിറ്റി, കാരണം നമ്മൾ പോസിറ്റീവ് വാല്യൂസേ കൊടുക്കുകയുള്ളൂ, റേഞ്ച് ആയിട്ടും നമുക്ക് പോസിറ്റീവ് വാല്യൂസ് ആണ് കിട്ടുക. സോ 0 ടു ഇൻഫിനിറ്റി. എടാ റൂട്ട് എക്സ് എന്ന് പറയുന്നത് നിങ്ങൾ റൂട്ട് 25 +5 -5 അല്ലേ, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. നമ്മൾ ഇവിടെ റൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫംഗ്ഷൻ ആവണമെങ്കിൽ നമുക്കറിയാം ഒരു വാല്യൂക്ക് ഒരു ഔട്ട്പുട്ട് അല്ലേ പാടുള്ളൂ. സോ അവിടെ നമ്മൾ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് വാല്യൂസ് തന്നെയാണ് റൂട്ട് എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. എക്സ് ക്യൂബിന്റെ കേസിൽ R ആണ്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ കേസിൽ നമുക്കറിയാം ഇൻപുട്ട് ആയിട്ട് എന്തും കൊടുക്കാം, പക്ഷെ ഔട്ട്പുട്ട് ആയിട്ട് ഇന്റിജേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. 1 2 3 4 ആ വാല്യൂസ് മാത്രമേ ഫംഗ്ഷൻ എടുക്കുള്ളൂ. സോ Z ആണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ 1/xന്റെ കേസിൽ 0നെ ഒഴിവാക്കിയ ഡൊമൈൻ ആയി, ആൻഡ് റേഞ്ചും 0നെ ഒഴിവാക്കിയിട്ട് തന്നെയാണ് ഉണ്ടാവുക. സിഗ്നം ഫംഗ്ഷന്റെ കേസിൽ റേഞ്ചിൽ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണ്, പക്ഷേ ആൻസർ ആയിട്ട് നമുക്ക് -1 1 0 എന്ന് പറയുന്ന വാല്യൂസ് മാത്രമല്ലേ ഉണ്ടായിരുന്നത്. സോ റേഞ്ച് എന്ന് പറയുന്നത് ഈ -1 1 0 എന്ന് പറയുന്ന സെറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഇനി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു യൂണിറ്റ് സർക്കിളിൽ നിന്ന് സൈൻ തീറ്റ കോസ് തീറ്റ എങ്ങനെ ഫൈൻഡ് ചെയ്യാം. നമുക്കറിയാം ഒരു യൂണിറ്റ് സർക്കിൾ, അതായത് സെന്റർ, ഒറിജിനും റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ XY എന്ന് പറയുന്ന ആ ഒരു സർക്കിളിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുമായിട്ട് അതിനുള്ള ബന്ധം എന്താണ്? സർക്കിൾ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, യൂണിറ്റ് സർക്കിൾ ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ XY എന്ന് പറയാം അല്ലേ. ആ XY ആക്ച്വലി എന്താണ്? ഇറ്റ് ഇസ് ആക്ച്വലി കോസ് തീറ്റ സൈൻ തീറ്റ. അപ്പോൾ നമ്മുടെ ലാബിൽ നമ്മൾ ഇങ്ങനെയായിരുന്നു അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്ലൈഡറിൽ എയുടെ വാല്യൂ മാറ്റി കൊടുത്തിട്ട് എക്ക് പകരം നിങ്ങൾ 3.4 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സൈൻ 3.4 കിട്ടും. എക്ക് പകരം 2.2 കൊടുത്താൽ സൈൻ, അതായത് കറക്റ്റ് ആയിട്ട് പോയിന്റ് അവിടെ വന്ന് നിൽക്കും. സോ അതിൽ ഫസ്റ്റ്, അതായത് XY എന്ന് പറയുന്ന ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് എലമെന്റ് നിങ്ങളുടെ കോസ് തീറ്റ ആയിരിക്കും. കോസ് 3.2 ആയിരിക്കും ഫസ്റ്റ് ആയിട്ട് വരിക. സെക്കൻഡ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ സൈൻ തീറ്റ ആയിരിക്കും. സോ അതെങ്ങനെയാ ഫൈൻഡ് ചെയ്യാന്നൊക്കെ ചോദിക്കും. യൂണിറ്റ് സർക്കിൾ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ XY എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇറ്റ് ഇസ് കോസ് തീറ്റ സൈൻ തീറ്റ. അപ്പോൾ സാർ ചോദിക്കുകയാണ് കോസ് 5.4 എങ്ങനെയാ കാണുക? അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എ എന്ന് പറയുന്ന സ്ലൈഡറിൽ നമ്മൾ 5.4 എന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കും. അപ്പം നമുക്ക് എക്സും വൈയും കിട്ടും. അതിൽ എക്സ് ആയിരിക്കും നമ്മുടെ കോസ് തീറ്റ എന്ന് പറയുന്നത്, വൈ ആയിരിക്കും സൈൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ ചോദിച്ചാലോ കോസ് തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്, അതായത് y/x ചെയ്താൽ മതി. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം കേട്ടോ. അതേപോലെ സൈൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നമുക്കറിയാം. ഫസ്റ്റത്തെ 4 ക്വാഡ്രൻസിൽ, നമ്മുടെ 4 ക്വാഡ്രൻസിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എങ്ങനെയാണ് സൈൻ ചേഞ്ച് ചെയ്യാറുള്ളത്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാവരും പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും അതിന്റെ റെസിപ്രോക്കലും അല്ലേ, അതൊന്ന് ഞാൻ ജസ്റ്റ് പറയാം. സോ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാവരും പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്. ASTC എന്ന് പറയുന്നത് നമ്മുടെ കോഡാ അല്ലേ, പല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾ സിൽവർ ടീ കപ്സ്, പിന്നെ എന്തൊക്കെയാ ഓൾ സ്റ്റുഡൻസ് ടേക്ക് ഓഫ് എന്നാട്ടോ ഞാൻ പഠിച്ചേ.
ആവറാച്ചൻ സർ തൂങ്ങി ചത്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടില്ലേടാ. സോ പോസിറ്റീവ് സൈനും കൊസീക്കും വരും, പിന്നെ ASTCയിൽ പിന്നെ ടാനും കോട്ടും വരും, കോസും സീക്കും വരും. സോ ഇതും ഒന്ന് അറിഞ്ഞിരിക്കണം. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓരോ ക്വാഡ്രന്റിൽ എടുക്കുന്ന സൈൻ. എന്നിട്ട് എക്സാമിന് നിങ്ങൾക്ക് ലാർജ് ആംഗിൾസിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ടാൻ ഓഫ് 19π/3 ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലാർജ് ആംഗിൾസിൽ നമ്മുടെ ഒരു 0 to π ഇന്റർവെലിന് പുറത്തേക്ക് അല്ലെങ്കിൽ 0 to π/2 ഇന്റർവെലിന് പുറത്തേക്ക് വലിയ വാല്യൂസ് ചോദിച്ചാൽ ലാർജ് ആംഗിൾസിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക? ഇപ്പൊ 19π/3 കേസിലൊക്കെ നമ്മൾ എന്തായിരുന്നു ചെയ്യാറ്? ടാൻ ഓഫ് അതിന് എന്ത് ചെയ്യും? 3 ആണ് താഴെയുള്ളത് അല്ലേ. സോ 19 നമ്മൾ 3യുടെ മൾട്ടിപ്പിൾ പ്ലസ് സംതിങ് എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റും. 3യുടെ മൾട്ടിപ്പിൾ ആണ് 18 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 18π + π/3 എന്ന് എഴുതാം. അതായത് ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഓഫ് 18π/3 എന്ന് പറഞ്ഞാൽ 18/3 6 അല്ലടാ, 6π + π/3 എന്ന് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്വാഡ്രന്റ് ചെക്ക് ചെയ്യും. അപ്പൊ നമുക്കറിയാം ടാൻ ഓഫ് സംതിങ് nπ + θ ഫോമിലാണെങ്കിൽ n ഓടാണോ ഈവൻ ആണോ എന്നുള്ള n × 90 അല്ലേ, പൈ എന്നല്ല, ആക്ച്വലി ഇറ്റ് ഇസ് n × 90 ± θ. എന്നിട്ട് നമ്മൾ n ഓടാണോ ഈവൻ ആണോ അതിനനുസരിച്ച് കോ ഫംഗ്ഷനും അല്ലെങ്കിൽ ഒറിജിനൽ ഫംഗ്ഷനും എടുക്കും, ക്വാഡ്രന്റ് നോക്കി സൈൻ പറയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പൊ ഇവിടെ n ഈവൻ ആയിരിക്കും, കാരണം 12 × π/2 എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. സോ ഈവൻ ആയതുകൊണ്ട് ടാൻ തന്നെയാണ് വരിക. അപ്പൊ ടാൻ π/3 എന്ന് വരും. ക്വാഡ്രന്റ് കൂടി ചെക്ക് ചെയ്യണം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ. എന്നിട്ട് π/3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ലാർജ് ആംഗിൾസ് ആണെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതൊക്കെ ചോദിച്ചേക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പൈക്ക് നമ്മൾ PI എന്നുള്ള കമാൻഡ് കൊടുത്താൽ തന്നെ പൈ വരും കേട്ടോ. റൈറ്റ്. ഇനി അടുത്തത് സർക്കിൾസ് ആൻഡ് പാരബോളയിൽ സർക്കിളിന്റെ കേസിൽ സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ തന്നിട്ടേ x - h² തരാ, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാം എന്താണ് സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് വെച്ചാൽ x - h² + y - k² = r² ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സർക്കിളിന്റെ സെന്റർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം HK ആണ്, റേഡിയസ് എന്താണെന്ന് ചോദിച്ചാൽ r ആണെന്ന് പറയാൻ പറ്റണം. ഇത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വാല്യൂ മാറ്റിയിട്ട് ചോദിക്കാം. x + 2² + y - 3² = 3² എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം x + 2 എന്ന് പറഞ്ഞാൽ x - -2 ആണ് അല്ലേ. സോ -2 3 ഞാൻ ഏത് വാല്യൂ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. സോ HK കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ വാല്യൂ എടുത്തിട്ട് പറഞ്ഞു കൊടുക്കണം ഇതാണ് സെന്റർ, ഇതാണ് റേഡിയസ് എന്നൊക്കെയുള്ള കാര്യം. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് സെന്റർ ഒറിജിനും റേഡിയസ് 5 ആണെങ്കിൽ സർക്കിൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം x² + y² = 5², അതായത് 25. സെന്റർ ഒറിജിനും റേഡിയസ് 6 ആണെങ്കിൽ x² + y² = r² ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കാം. ഇനി മറ്റൊരു ഫോം ഇല്ലേ നമ്മുടെ സർക്കിളിന്റെ x² + y² + 2gx + 2fy + d = 0 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവിടെ നമുക്കറിയാം -g - f ആണ് നമ്മുടെ സെന്റർ, അതേപോലെ √g² + f² - c ആണ് നമ്മുടെ റേഡിയസ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഒന്ന് ഓടിച്ചാൽ മതി. നമ്മളെല്ലാം +1 പഠിക്കുന്ന +1 +2 ആയിട്ട്, പുതിയതൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. പാരബോളയുടെ കേസിലും നമുക്കറിയാം there are 4 types of parabola. അതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിക്കാം ഏതൊക്കെ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഓപ്പൺ അപ്വേർഡ് ആണെങ്കിൽ പാരബോളയുടെ ഇക്വേഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റണം. y² = 4x ആണ്. ഓപ്പൺ ലെഫ്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് പാരബോളയുടെ ഇക്വേഷൻ? അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഓപ്പൺ അപ്പ് എന്ന് പറയുമ്പോൾ x² = 4ay ആട്ടോ, എനിക്ക് തിരിഞ്ഞു പോയതാണ്. ഓക്കെ, x² = 4ay ആണ് നമ്മുടെ ഓപ്പൺ അപ്വേർഡ്. ഓപ്പൺ റൈറ്റ് വേർഡ് ആകുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് y² = 4x എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കേസ് നിങ്ങളോട് ചോദിച്ചിട്ട് കറസ്പോണ്ടിങ് പാരബോളയുടെ ഇക്വേഷൻ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു പാരബോള നിങ്ങൾക്ക് തരികയാണ് y² = 4x ആണ്, അങ്ങനെയാണെങ്കിൽ ആ പാരബോളയുടെ ഫോക്കസ് എന്താണെന്ന് ചോദിച്ചാൽ A0 ആണെന്ന് പറയാൻ പറ്റണം. എപ്പോഴും y² = 4a എന്നല്ല, അതിന് വരെ 8x എന്നൊക്കെ തന്നാൽ A ഫൈൻഡ് ചെയ്തിട്ട് A2 ആണ്, അപ്പൊ 20 ആയിരിക്കും ഫോക്കസ്, അല്ലെങ്കിൽ ഡയറക്ട്രിക്സ് x = -a ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറയാൻ പറ്റണം. സോ പാരബോളയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിട്ട് പോകാം. അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പൊടിതട്ടി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ പഠിച്ച ലാബുകൾ, എല്ലാ ലാബും ഒന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളുടെ സ്കൂൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ലാബുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റിലും നമ്മൾ നോട്ടിലൊക്കെ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല, ഒന്ന് ജസ്റ്റ് പൊടി തട്ടി എടുക്കുക എന്നുള്ളതാട്ടോ. ഒരുപാട് സമയം അതിന് കളയും വേണ്ട, നിങ്ങൾ ലാബ് നന്നായിട്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ മുകളിലാണ് നിങ്ങളുടെ മെയിൻ മാർക്ക് കിടക്കുന്നത്. ലിമിറ്റ്സിൽ എന്തൊക്കെയാണ് ചോദിക്കുക? കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ്. മെയിൻ ആയിട്ട് അറിയേണ്ടത് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ LHL അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം എന്നുള്ളതാണ് അല്ലേ. സോ LHL RHL ഈക്വൽ ആയാലേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പീസ് വൈസ് ലിമിറ്റ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ലാബ് ചെയ്തിട്ടുണ്ട്. സോ ലാബിൽ ഇങ്ങനെയായിട്ട് ചോദിക്കുക f(x) = x² + 1 if x <= 2 and 3x + 2 if x greater than 2. ഇവിടെ 2 എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ഗ്രാഫിൽ കമാൻഡ് കൊടുത്ത് വരയ്ക്കാൻ പറ്റണം. if x greater than 2 ഫംഗ്ഷൻ ഇതാണ്, അങ്ങനെ കമാൻഡ് ഒക്കെ കൊടുത്ത് ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ച ശേഷം നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റണം? 2ന്റെ ലെഫ്റ്റ് ലിമിറ്റ് ഗ്രാഫ് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. 2ന്റെ തൊട്ടിപ്പുറത്ത് വാല്യൂ എന്താണെന്ന് നോക്കിയാൽ മതി. 2ന്റെ ലെഫ്റ്റ് ലിമിറ്റും നോക്കുക, 2ന്റെ റൈറ്റ് ലിമിറ്റും നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയതുകൊണ്ട് ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറെന്റ് ആണ്. LHL കാണുമ്പോൾ 2 RHL 5 ആണ്, അതുകൊണ്ട് ഡിഫറെന്റ് ആയതുകൊണ്ട് ലിമിറ്റ് ഇല്ല എന്നൊക്കെ പറയാൻ പറ്റണം. അപ്പൊ അതാണ് മെയിൻ കോൺസെപ്റ്റ്.
LHL is equal to RHL എന്ന് പറയുന്ന കാര്യം. ഇനി ലിമിറ്റ് ഓഫ് പോളിനോമിയൽസ്, റാഷണൽ ഫംഗ്ഷൻസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ഇതൊക്കെ ക്വസ്റ്റൻസ് ആയിട്ട് ചോദിക്കാം. പോളിനോമിയൽ ലിമിറ്റ് ഒക്കെ കാണാൻ നമുക്കറിയാം അല്ലേ, ജസ്റ്റ് എക്സിന് പകരം വാല്യൂ കൊടുത്താൽ മതി. റാഷണൽ ഫംഗ്ഷന്റെ കേസും അങ്ങനെയാണ്, ഡിനോമിനേറ്റർ 0 അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എക്സിന് പകരം വാല്യൂ കൊടുത്താൽ മതി. ഡിനോമിനേറ്റർ 0 ആവുന്ന കേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസും അതേപോലെ ഫാക്ടറൈസ് ചെയ്ത് ക്യാൻസലേഷൻസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ട്രിഗ്നോമെട്രിയുടെ കേസിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അതേപോലെ ടാൻ എക്സ് ബൈ എക്സ് ചോദിച്ചാലും 1 ആണ്. അപ്പം അങ്ങനത്തെ കുറച്ച് സ്റ്റാൻഡേർഡ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാബാണ്. ഇവിടെ നമുക്ക് ശരിക്കും ആ ഒരു ഗ്രാഫിക്കലി കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാബാണ്. 1-1 ഫംഗ്ഷൻസ് എന്താണ്, ഓൺ ടു ഫംഗ്ഷൻസ് എന്താണ്, ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് എന്താണ്. സോ 1-1 ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റണം? ഡിഫറെൻറ്റ് എലമെന്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് വരുന്ന ഫംഗ്ഷൻസ് ആണ് 1-1 ഫംഗ്ഷൻസ്. അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ f of x1 equal to f of x2 implies x1 equal to x2 എന്ന് കൊടുക്കും. അപ്പോൾ സാർ ചോദിക്കുകയാണ് x2 എന്ന് പറയുന്ന ഫംഗ്ഷൻ 1-1 ആണോ? നിങ്ങൾ എന്ത് പറയണം? ആലോചിച്ചിട്ട് പറയാം. x2 ഒന്നുകിൽ ഗ്രാഫ് ആലോചിക്കാം. ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ 1-1 ആണോ അല്ലയോ എന്ന് നോക്കുക. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്താൽ മതി അല്ലേ. സോ x2 കേസിൽ നമ്മൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ 2 പോയിന്റ്സിന് അത് മീറ്റ് ചെയ്യും. വിച്ച് മീൻസ് 2 പോയിന്റ്സിൽ സെയിം ഇമേജ് വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുക -1-നും 1-നും സ്ക്വയർ കൊടുത്താൽ 1 അല്ലേ സർ, അല്ലെങ്കിൽ -2-നും 2-നും സ്ക്വയർ കൊടുത്താൽ 4 അല്ലേ. അതുകൊണ്ട് ഡിഫറെൻറ്റ് എലമെന്റ്സിന് സെയിം ഇമേജ് വരുന്നുണ്ട്. therefore it is not 1-1 എന്നുള്ളത് ഒന്നുകിൽ ഹൊറിസോണ്ടൽ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കലി മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുക. ഓൺ ടു ഫംഗ്ഷൻസിന്റെ പ്രത്യേകത എന്താ? ഓൺ ടു ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് വേണം. അല്ലെങ്കിൽ നമ്മൾ പറയും റേഞ്ച് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ എന്ന് പറയാം അല്ലേ. റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ ആയിരിക്കണം. അപ്പോൾ കോഡൊമൈനും റേഞ്ചും ഒക്കെ ഈക്വൽ ആകുമ്പോൾ റേഞ്ച് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ അല്ലെങ്കിൽ സെറ്റ് ബി ആകുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ ഓൺ ടു ആവുക എന്ന് പറയാം. അപ്പോൾ ഓൺ ടു ആണോ? ഇപ്പോൾ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലൊക്കെ ഓൺ ടു ആണോ എന്ന് നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെറ്റ് ബി റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഫംഗ്ഷൻ മൊത്തം റിയൽ ലൈനിൽ ഇങ്ങനെ എന്താ പറയുക കിടക്കണം. ഫംഗ്ഷൻ എങ്ങനെ പരന്ന് കിടക്കണം റിയൽ ലൈൻ മൊത്തത്തിൽ. ഇപ്പോൾ x2 റിയൽ ലൈൻ ആറിൽ ഓൺ ടു ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം നെഗറ്റീവ് വാല്യൂസ് ഒന്നും അത് എടുക്കുന്നില്ല. വിച്ച് മീൻസ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ആറിനൊന്നും നമുക്ക് എന്തില്ല, പ്രീമേജ് ഇല്ല എന്ന് അർത്ഥം. പക്ഷെ x3 കേസിൽ എന്താ, അതിങ്ങനെ പരന്ന് കിടക്കുക മൊത്തം റിയൽ വാല്യൂസ്. അപ്പോൾ y വാല്യൂസ് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റേഞ്ച് കിട്ടും. സോ y വാല്യൂസ് മൊത്തം 6 ഉണ്ടെങ്കിലാണ് നമ്മൾ സംഗതി ഓൺ ടു ആണെന്ന് പറയാം. അപ്പോൾ x2 കേസൊക്കെ ഓൺ ടു ആണ്, കാരണം മൊത്തം y വാല്യൂസും അത് എടുക്കുന്നുണ്ട്. പക്ഷേ x2 കേസിൽ x3 കേസിൽ ഓൺ ടു ആണ്. x2 കേസിൽ എന്താണ്, റിയൽ നമ്പേഴ്സിന്റെ കേസിൽ അത് ഓൺ ടു അല്ല. സെറ്റ് ബി ആയിട്ട് നമ്മളിപ്പോൾ 0 to infinity എന്ന് പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓൺ ടു ആണ്. ഇനി ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്താ? ഒരു ഫംഗ്ഷൻ 1-1 ഓൺ ടു ആകുമ്പോഴാണ് ബൈജക്റ്റീവ് ആവുക. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് x2 ബൈജക്റ്റീവ് ആണോ? അപ്പം നിങ്ങൾ പറയണം സെറ്റ് അനുസരിച്ചിരിക്കും. അപ്പം x2 ബൈജക്റ്റീവ് ആക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? x2 സാധാരണ പോലെ എടുക്കുകയാണെങ്കിൽ 1-1 അല്ല, പക്ഷെ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ അവിടെ കൊടുത്താൽ ഫംഗ്ഷൻ 1-1 ആയിട്ട് മാറും. കാരണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ഈ പീസ് മാത്രമേ ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. ആ പീസ് മാത്രം എടുക്കുമ്പോൾ അത് 1-1 ആയിരിക്കും. അങ്ങനെ ഡൊമൈനും റേഞ്ചിനും ഒക്കെ റെസ്ട്രിക്ഷൻ കൊടുത്താൽ നമുക്കതിനെ 1-1 ആക്കാൻ പറ്റും, ഓൺ ടു ആക്കാൻ പറ്റും, ഇൻവേർട്ടിബിളും ആക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് 1-1 ഫംഗ്ഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ബൈജക്റ്റീവ് ആണോ 1-1 ആണോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ്. സോ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ ഫംഗ്ഷനും ഇൻവേർട്ടിബിൾ ആവണമെന്നില്ല. ഇനി ചില ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ തന്നെ ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്ത് ഇൻവേർട്ടിബിൾ ആക്കുക അല്ലേ. സോ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. x2 കേസിൽ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടാണ് ഇൻവേഴ്സ് കണ്ടത്. അതേപോലെ ഫംഗ്ഷൻ 1-1 അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടാണ് ഇൻവേഴ്സ് കണ്ടത്. ഇനി ഇൻവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ലാബിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ റിഫ്ലക്ഷൻ ആണ് അല്ലേ. സോ അതൊക്കെ ചോദിക്കാം. ഫംഗ്ഷന്റെ ഇൻവേഴ്സും y ഈക്വൽ ടു എക്സും തമ്മിൽ എന്താ ബന്ധം? y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ നമ്മൾ അവിടെ വരയ്ക്കുമ്പോൾ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ലൈനിൽ വരുന്ന ഒരു മിറർ ഇമേജ് ആണ്. y ഈക്വൽ ടു എക്സ് ആക്ച്വലി ഒരു മിറർ പോലെയാണ് ആക്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. സൈൻ എക്സ് ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പറയുക സൈൻ എക്സ് ശരിക്കും 1-1 അല്ല, കാരണം നമുക്കറിയാം ഒരുപാട് വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്ന ആളാണ് സൈൻ എന്ന് പറയുന്നത്. സൈൻ 0 ആണ്, സൈൻ പൈ 0 ആണ്, സൈൻ 2π 0 ആണ്. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസിൽ സെയിം ഇമേജ് വരുന്നതുകൊണ്ട് അത് എന്തല്ല 1-1 അല്ല. പക്ഷേ ഇൻവേർട്ടിബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഡൊമൈനും റേഞ്ചും ഒക്കെ റെസ്ട്രിക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ റെസ്ട്രിക്ട് ചെയ്താൽ അതിനെ നമുക്ക് ഇൻവേർട്ടിബിൾ ആക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ x3 ഇൻവേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ലാബിൽ പറഞ്ഞിട്ടുണ്ട് x⁻³ ആണെന്ന് നമ്മൾ പറയും. x2 ഇൻവേഴ്സ് ചോദിച്ചാൽ √x ആണെന്ന് നമ്മൾ പറയും. അങ്ങനെ ഇൻഎഫക്റ്റ് എക്സ് ആയിട്ട് മാറുന്ന രീതിയിൽ എന്ത് ഫംഗ്ഷൻ ആണോ നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ x² ആണെങ്കിൽ നമ്മൾ സ്ക്വയർ ചെയ്തതിന് തിരിക്കുക, √x ആക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ലാബിൽ നമ്മൾ ഫംഗ്ഷന്റെ കമാൻഡ് കൊടുക്കാൻ ഓർത്തിരിക്കുക. സൈൻ ഇൻവേഴ്സ് എക്സിന് എങ്ങനെ നമ്മൾ കമാൻഡ് കൊടുക്കുക? സൈൻ
പവർ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? ക്യാപ്പ് കൊടുക്കും, -1 ബ്രാക്കറ്റിൽ എക്സ് കൊടുക്കും, അല്ലെങ്കിൽ a sin x എന്ന് കൊടുത്താൽ മതി. അപ്പം അങ്ങനെയുള്ള കമാൻഡുകളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡൊമൈനും റേഞ്ചും ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. കാരണം നമ്മൾ പറഞ്ഞു ഇപ്പൊ സൈനിന്റെ കേസിലും കോസിന്റെ കേസിലും ഒന്നും അവർ ശരിക്കും ഡയറക്ട്ലി 1 അല്ല, 1 on 2 അല്ലാത്ത ആളുകളെ നമ്മൾ പിടിച്ച് ഡൊമൈനും റേഞ്ചും ഒക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് 1 ആക്കി മാറ്റുന്നത്. എന്താക്കി മാറ്റുന്നത്? ഇൻവേർട്ടിബിൾ ആക്കി മാറ്റുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ കേസിൽ വാട്ട് ഇസ് ഡൊമൈൻ, വാട്ട് ഇസ് റേഞ്ച് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -1 ആണ്, റേഞ്ച് -π/2 ആണ്. തിരിച്ച് സൈൻ എക്സിന്റെ കേസിലോ ഡൊമൈൻ ശരിക്കും 6 ആണ്, റേഞ്ച് -1 ആണ്. ഈ 6നെ റെസ്ട്രിക്ട് ചെയ്തതാണ് നമ്മൾ -π/2 എന്ന് പറയുന്ന ഇന്റർവെല്ലിലേക്ക് എന്താക്കാൻ വേണ്ടി? ഇൻവേർട്ടിബിൾ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സോ -1 ആൻഡ് -π/2 നമുക്കറിയാം ഒരു ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും അതിന്റെ ഇൻവേഴ്സിന്റെ ഡൊമൈനും റേഞ്ചും തമ്മിൽ എന്താ ബന്ധം? ഫംഗ്ഷന്റെ ഡൊമൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് ആയിരിക്കും, ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആയിരിക്കും. അപ്പൊ ആ കണക്ഷൻ ഒക്കെ ഓർക്കുക. അതേപോലെ കൊസീക്കിന്റെ കേസിലും ടാനിന്റെ കേസിലും കോസിന്റെ കേസിലും ഒക്കെ ഡൊമൈനും റേഞ്ചും ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പഠിച്ചിട്ട് പൊക്കോളൂ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി നിങ്ങൾക്ക് വന്നാൽ എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെ ആയിരിക്കും. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസിന്റെ കേസിൽ ഒന്നുമില്ല, ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ വാല്യൂസ് കൂടി പോവുകയാണ്, മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും, വാല്യൂസ് കുറഞ്ഞു വരികയാണെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് പറയുക? നമ്മൾ പറയും f' പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും, f' നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും, f' ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഒരേ ഇന്റർവെല്ലിൽ തന്നെ എഫ് ഇൻക്രീസിങ്ങും ആണ് ഡിക്രീസിങ്ങും ആണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ x² ഗ്രാഫ് ഒക്കെ എടുക്കുകയാണ്, x² ഗ്രാഫിൽ ഫംഗ്ഷൻ ഹാഫ് വരെ ഡിക്രീസിങ് ആണ്, പിന്നെ ഇൻക്രീസിങ് ആണ്. അങ്ങനെ ഒരു ഇന്റർവെല്ലിൽ തന്നെ ഇതിന് രണ്ട് സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയുക ഇറ്റ് ഇസ് നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് അല്ലേ. ഒരു ഇന്റർവെല്ലിൽ തന്നെ കുറച്ച് ഭാഗത്ത് ഇൻക്രീസിങ് ആണ്, കുറച്ച് ഭാഗത്ത് ഡിക്രീസിങ് ആണ്, അങ്ങനെ രണ്ട് തോണി കാലിട്ട് നിൽക്കുന്ന ഫംഗ്ഷൻസ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അവർ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഒന്നും അല്ല പറയേണ്ടത്, നെയ്തർ ഇൻക്രീസിങ് നോ ഡിക്രീസിങ് എന്നാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. എന്നിട്ട് ഇപ്പോൾ എക്സ്റ്റേണൽ ചോദിക്കുകയാണ് 7x + 3 ഇൻക്രീസിങ് ആയിരിക്കും, ഡെറിവേറ്റീവ് എടുത്താൽ 7 ആണ്, >0 ആണ്, ഇൻക്രീസിങ് ആണ് ഒറ്റയടിക്ക് പറയാം. e⁻x ഇൻക്രീസിങ് ആണോ? ആണ്, കാരണം e⁻xന്റെ ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്, അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ഇൻക്രീസിങ് ഫംഗ്ഷൻ. അപ്പം അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാം. മാക്സിമം ആൻഡ് മിനിമയിൽ എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റുമേ ഉള്ളൂ. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്കറിയാം. എന്താ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്? ഒരു പോയിന്റിൽ മാക്സിമം വരണമെങ്കിൽ നമുക്കറിയാം ആദ്യം ഇത്രയും ഭാഗത്ത് എഫ് ഇൻക്രീസിങ് ആയിരിക്കും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. അങ്ങനെ കൂടിയിട്ട് കുറയുമ്പോഴാണ് അവിടെ ഒരു മാക്സിമം പോയിന്റ് ഉണ്ടാവുന്നത് അല്ലേ. സോ കൂടാന്ന് പറഞ്ഞാൽ ആക്ച്വലി എഫ് ഇൻക്രീസിങ് ആവുകയാണ്. ഇൻക്രീസിങ് ആവാന്ന് പറഞ്ഞാൽ നമുക്കറിയാം f' >0 ആയിരിക്കും. സിമിലർലി റൈറ്റ് സൈഡിൽ കുറയാന്ന് പറഞ്ഞാൽ f' <0 ആയിരിക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത് സി എന്ന് പറയുന്ന ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം വാല്യൂ വരണമെങ്കിൽ f' സൈൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, കാരണം കൂടിയിട്ട് കുറയുമ്പോഴാണ് മാക്സിമം ഉണ്ടാവുക. സോ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴാണ് സിയിൽ ലോക്കൽ മാക്സിമം പോയിന്റ് ഉണ്ടാവുക. ഇനി നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴാണ്, അതായത് f' <0 നിന്ന് >0 ചേഞ്ച് ചെയ്യുമ്പോഴാണ് മിനിമം പോയിന്റ് ഉണ്ടാവുക. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്, ഓർത്തിരിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റോ, സി എന്ന് പറയുന്ന പോയിന്റ് മാക്സിമം പോയിന്റ് ആവണമെങ്കിൽ f' 0 ആവണം, f" <0 ആവണം. സിമിലർലി മിനിമം ആവണമെങ്കിൽ f' എന്തായിരിക്കണം? f' 0യും f" <0 ആയിരിക്കണം. എന്താവണമെങ്കിൽ? മിനിമം ആണെങ്കിൽ. അപ്പൊ ഈ രീതിയിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് മാക്സിമം മിനിമം കാണാന്നൊക്കെ ചോദിക്കും. എന്താ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? f''യും f" 0 ആണെങ്കിൽ അവിടെ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ വരും. ഇനി ഒരു ഫംഗ്ഷനെ അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യുക? തിരിച്ച് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് പോകണം. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ പറയാൻ പറ്റണം കേട്ടോ. ഇപ്പോൾ x³ കേസിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ 0 ആണ് എന്ന് പറയാൻ പറ്റണം. കാരണം 0യിൽ അവിടെ ഒരു സൈൻ ചേഞ്ച് വരുന്നില്ല. 0ന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ഫംഗ്ഷൻ പോസിറ്റീവ് ആണ്. സോ 0 ഇൻഫ്ലെക്ഷൻ പോയിന്റ് ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. സോ അതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ തന്നെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഒക്കെ എന്താ? നമ്മുടെ ടോട്ടൽ ഫംഗ്ഷനിൽ ഏറ്റവും വലിയ വാല്യൂവിനെ ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുക. ആൻഡ് അത് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെയൊന്നും അല്ല ചെയ്യാറുള്ളത്. ക്രിട്ടിക്കൽ പോയിന്റ്സും ഇന്റർവെലിന്റെ എൻഡ് പോയിന്റ്സും എടുത്തിട്ട് അവിടുത്തെ ലാർജസ്റ്റ് വാല്യൂ ആണ് നമ്മുടെ അബ്സല്യൂട്ട് മാക്സിമം, ലീസ്റ്റ് വാല്യൂ ആണ് അബ്സല്യൂട്ട് മിനിമം. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? സോ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും ഫൈൻഡ് ചെയ്യാനാണ്. ഇവർ നമ്മുടെ ലോക്കൽ ഗുണ്ടകളാണ് അല്ലെ. ചെറിയ ഏരിയയിലെ വലിയ
ടീമുകളെയാണ് നമ്മൾ ഈ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്നൊക്കെ പറയുന്നത്. അത് ഫൈൻഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഏറ്റവും അവസാനമായിട്ട് അപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസിൽ നമുക്ക് ആകെ അറിയാനുള്ളത് ഏരിയ അണ്ടർ ദി കർവ് ആണ്. ഒരു കർവ് തന്നിട്ട് എക്സ് ആക്സസുമായിട്ട് ഉണ്ടാക്കുന്ന ഏരിയ എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? എ ടു ബി റീജിയനിലാണ് അത് ഉണ്ടാക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. സോ ഈ ഒരു കമാൻഡ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യാറുള്ളത്? ഒരു കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ ഫൈൻഡ് ചെയ്യാറുള്ളത്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കർവിൻ്റെ എ മുതൽ ബി വരെയുള്ള റീജിയനിലെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി ഒരു മൈനസ് എ ടു എ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 × 0 to a എന്ന് പറഞ്ഞിട്ടും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമെട്രിക് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ട് പീസിന്റെ ഏരിയ, അതായത് കറക്റ്റ് ഒരു പീസിന്റെ ഏരിയ കണ്ടിട്ട് ഡബിൾ ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടുകയൊക്കെ ചെയ്യും. സർക്കിളിലൊക്കെ കേസിൽ നിങ്ങൾക്ക് അറിയാം, 4 പീസാക്കിയിട്ട് നമ്മൾ ഒന്നിന്റെ ഏരിയ കണ്ട് ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലാബുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയാനുള്ളത്. ഇതിപ്പോൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല ചോദിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ വലിയ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അതായത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ കയറി അയ്യോ ആ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ലല്ലോ, അത് പോയി പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ലാബ് ചെയ്യാനാണ് നിങ്ങൾ കൂടുതൽ സമയം പഠിക്കേണ്ടത്. വൈവയൊക്കെ അങ്ങനെ നടന്നോളും. കാരണം ചെയ്താൽ നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ തന്നെയല്ലേ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുള്ളൂ. സോ ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. സോ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ലാബ് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് പോയി എഴുതുക. ഞാൻ പറഞ്ഞ പോലെ എക്സാമിൻ്റെ അഭിപ്രായമൊക്കെ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ ഓക്കെടാ, നമുക്ക് പിന്നെ കാണാം അല്ലേ. ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്, ബൈ.